ബഹിരാകാശ പന്തയത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന ഇതാ വീണ്ടും ഒരു ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മെയ് 24, 2026 ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ മരുഭൂമിയിലുള്ള ജീഗ്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്നും ഒരു ഭീമൻ റോക്കറ്റ് കുതിച്ചുയർന്നു. ഷെൻസോ 23 എന്ന പേടകവുമായി പോയ ലോങ് മാർച്ച് 2F റോക്കറ്റ് ആയിരുന്നു അത്. വിക്ഷേപിച്ച് വെറും 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ചൈനീസ് ബഹിരാകാശ നിലയവുമായിട്ട് ഡോക്ക് ചെയ്യുകയും ചെയ്തു. 3 ടൈക്കോനോട്സ് അതായത് ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളുമായിട്ടാണ് ഈ ഡിവൈൻ വെസൽ കുതിച്ചുയർന്നത്. എന്നാൽ ഇത് വെറും ഒരു സാധാരണ സ്പേസ് മിഷൻ അല്ല. ചൈനയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത 2 വലിയ റെക്കോർഡുകളാണ് ഈ ഒരൊറ്റ ദൗത്യത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇതിലൊന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയെ പോലും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ ദൗത്യത്തിന്റെ പ്രത്യേകത? ചൈനയുടെ ആ രഹസ്യ പ്ലാൻ എന്താണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ലോഞ്ച് ചെയ്ത കൃത്യം 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഷെൻസോ 23 പേടകം ചൈനയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ തിയാങ്ങോങ്ങുമായി വിജയകരമായി ഡോക്ക് ചെയ്തു കഴിഞ്ഞു. തിയാങ്ങോങ് എന്ന വാക്കിനർത്ഥം ഹെവൻലി പാലസ് എന്നാണ്. ഇനി നിലയത്തിൽ ഇപ്പോൾ 200 ദിവസത്തിലേറെയായിട്ട് കഴിയുന്ന ഷെൻസോ 21 ദൗത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികൾ വലിയ ആവേശത്തോടെയാണ് ഈ പുതിയ അതിഥികളെ സ്വീകരിച്ചത്. അവിടെ ഒരു ഇൻ ഓർബിറ്റ് ഹാൻഡ് ഓവർ നടക്കും. അതായത് പഴയ ടീം തങ്ങളുടെ ചുമതലകൾ പുതിയ ടീമിന് കൈമാറി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങും. ഈ ദൗത്യത്തിലേക്ക് ചൈന തിരഞ്ഞെടുത്ത ആ 3 ക്രൂ മെമ്പേഴ്സ് ആരാണ് എന്നറിഞ്ഞാൽ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നാം. ഒന്നാമൻ ഈ ദൗത്യത്തിന്റെ കമാൻഡറായ സുയാങ് ഷു ആണ്. രണ്ടാമൻ ചൈനീസ് എയർഫോഴ്സിലെ മിടുക്കനായ പൈലറ്റ് ഷാങ് ഷിയുവാൻ ആണ്. എന്നാൽ ഇവരെയൊക്കെക്കാൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂന്നാമത്തെ ആളാണ്. ഒരു സർപ്രൈസ് എൻട്രിയാണത്. മറ്റാരുമല്ല, ലായ് കായിങ് എന്ന ഒരു വനിതയാണിത്. ഹോങ്കോങ് പോലീസിലെ മുൻ ഉദ്യോഗസ്ഥയും കമ്പ്യൂട്ടർ ഫോറൻസിക്കിൽ ഡോക്ടറേറ്റുമുള്ള ലായ് കായിങ് ബഹിരാകാശത്തേക്ക് പറക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഹോങ്കോങ് സ്വദേശിനിയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ താരം തന്നെയാണ് മെയിൻ ഹീറോ. ചൈനയുടെ പ്രധാന നഗരങ്ങൾക്ക് പുറത്തുള്ള പ്രതിഭകളെയും ബഹിരാകാശ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിപ്ലവാത്മകമായ സെലക്ഷൻ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ദൗത്യത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന സവിശേഷതയിലേക്ക് വരാം. സാധാരണയായി ചൈനീസ് സഞ്ചാരികൾ 6 മാസത്തെ ഷിഫ്റ്റുകളിലാണ് ബഹിരാകാശ നിലയത്ത് കഴിയാറുള്ളത്. എന്നാൽ ഈ 3 പേരിൽ ഒരാൾ തുടർച്ചയായി 1 വർഷം തിയാങ്ങോങ് നിലയത്തിൽ തങ്ങാൻ പോവുകയാണ്. ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിംഗിൾ സ്പേസ് സ്റ്റേ ആയിരിക്കും ഇത്. എന്തിനാണ് ഈ കടുത്ത പരീക്ഷണം എന്ന് ചോദിച്ചാൽ, ദീർഘകാലം ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയിൽ കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിന് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, പെർഫോമൻസ് ലിമിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനാണ്. കാരണം ചൈനയുടെ ലക്ഷ്യം വെറും ഒരു സ്പേസ് സ്റ്റേഷൻ മാത്രമല്ല. അതെ, ചൈനയുടെ യഥാർത്ഥ കണ്ണ് ചന്ദ്രനിലാണ്. 2030ഓടെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള തങ്ങളുടെ മെഗാ പ്രൊജക്ടിന്റെ മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് കൂടിയാണ് ഈ ഒരു 1 ഇയർ മിഷൻ എന്ന് പറയുന്നത്. ഇതിനായിട്ട് ന്യൂ ജനറേഷൻ പേടകമായ മെങ്ഷൌ വികസിപ്പിച്ചു കഴിഞ്ഞു. ഈ 2026 തന്നെ അതിന്റെ ഓർബിറ്റൽ ടെസ്റ്റ് ഫ്ലൈറ്റ് നടക്കും. ഭാവിയിൽ ചന്ദ്രനിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് ഇതായിരിക്കും. ഇത് നാസയ്ക്ക് വലിയൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. നാസ തങ്ങളുടെ ആർടെമിസ് ദൗത്യത്തിലൂടെ 2028 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ടു പിന്നാലെ 2030 ചൈനയും എത്തും. 2035ഓടെ റഷ്യയുമായി ചേർന്ന് ചന്ദ്രനിൽ ഒരു സ്ഥിരം സൈനിക ശാസ്ത്ര താവളം, ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ പണിയാനും ചൈനയ്ക്ക് പ്ലാൻ ഉണ്ട്. ഓർമ്മയില്ലേ, കഴിഞ്ഞ വർഷങ്ങളിൽ ചന്ദ്രന്റെ മറുവശത്തു നിന്നും ആദ്യമായിട്ട് മണ്ണ് വിജയകരമായി ഭൂമിയിൽ എത്തിച്ചതും ചൈനയാണ്. ഈ ദൗത്യത്തിന് മറ്റൊരു ഇന്റർനാഷണൽ ട്വിസ്റ്റ് കൂടിയുണ്ട്. ബഹിരാകാശ രംഗത്ത് ചൈന തങ്ങളുടെ സഖ്യകക്ഷികളെയും ഒപ്പം കൂട്ടുകയാണ്. ഈ വർഷം അവസാനം, അതായത് ഒക്ടോബറിലോ നവംബറിലോ നടക്കുന്ന ഷെൻസോ 24 ദൗത്യത്തിൽ ഒരു പാകിസ്ഥാനി ബഹിരാകാശ സഞ്ചാരി കൂടി ചൈനീസ് നിലയത്തിലേക്ക് പറക്കും. ഇതിനായിട്ട് 2 പാകിസ്ഥാൻ സഞ്ചാരികൾക്ക് ചൈന ഇപ്പോൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. 1 വർഷം തിയാങ്ങോങ്ങിൽ തങ്ങുന്ന ചൈനീസ് സഞ്ചാരിക്ക് പകരമായിട്ടായിരിക്കും ഈ പാക് സഞ്ചാരി വരികയും കുറച്ചു ദിവസത്തെ താമസത്തിന് ശേഷം ഷെൻസോ 23 ക്രൂവിനൊപ്പം തിരികെ ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യുക. കൂടാതെ കഴിഞ്ഞ വർഷം ബഹിരാകാശ അവശിഷ്ടങ്ങൾ തട്ടി ചൈനീസ് പേടകത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ വിക്ഷേപിച്ച ഷെൻസോ 23 പേടകത്തിന്റെ ജനലുകൾക്കും പുറം ഭാഗത്തിനും കൂടുതൽ ആധുനികമായ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അമേരിക്ക ചൈനയെ മാറ്റി നിർത്തിയപ്പോൾ ചൈന സ്വന്തമായിട്ടൊരു സ്വർഗീയ കൊട്ടാരം പണിത് അവിടെ വിജയക്കൊടി പാറിക്കുകയാണ്. ഹോങ്കോങ് പോലീസുകാരിയുടെ യാത്രയും 1 വർഷത്തെ കടുത്ത പരീക്ഷണങ്ങളും പാകിസ്ഥാന്റെ പങ്കാളിത്തവും എല്ലാം ചേർന്ന് ഈ സ്പേസ് വാർ ഇപ്പോൾ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.